കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് അനുശ്രീ ഒരു പോസ്റ്റുമായി എത്തിയിരുന്നു. താൻ പഠിക്കുന്ന നൃത്തവിദ്യാലയം ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് എന്നും ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണമെന്ന് വീട്ടമ്മയായ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞ് സംഭവിച്ച വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അനുശ്രീയുടെ നെറുകയിലെ സിന്ദൂരമാണ്. അതിനെക്കുറിച്ച് ചോദിച്ച് നിരവധി പേർ എത്തുകയും ചെയ്തു. അതിനുള്ള മറുപടി താരം നൽകുന്നു. ആ സിന്ദൂരം ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതുകൊണ്ട് ഇട്ടതല്ല. ഞാൻ ഇപ്പോഴും വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വിഷ്ണു തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ഞങ്ങൾ ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സിന്ദൂരം ധരിക്കാം. എന്ന് ഡിവോഴ്സ് ആകുന്നു, എന്ന് ഞാൻ വിഷ്ണുവിൻ്റെ ഭാര്യയല്ലാതാകുന്നു, അന്ന് ആ നിമിഷം ഞാൻ ഈ സിന്ദൂരം വേണ്ട എന്ന് വയ്ക്കും. അതുവരെ എനിക്ക് സിന്ദൂരം ഇടാമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ കൾച്ചർ പറയുന്നത്. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ തീരുമാനം വളരെ വ്യക്തമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരുപാട് ആലോചിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തീരുമാനത്തെ നിങ്ങളും ബഹുമാനിക്കണം. ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരും ഇതിനും പിന്തുണയ്ക്കണം. അതുമാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇത്രയും നാളും ഞങ്ങളെ പിന്തുണച്ചവർ, ഇത്രയും നാളും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നവർ ഇനിയും നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നതെന്ന് അനുശ്രീ പറയുന്നു. ഒരുപാട് പേർ ഇത് വിമർശനമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഒരുപാട് പേർ ഇത് നല്ല കാര്യമായി ചോദിക്കുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചോ എന്ന് കൃത്യമായി അറിയേണ്ടവരും വിമർശിക്കാൻ അറിയേണ്ടവരെയും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ വിമർശിക്കാൻ വരുന്നവരൊക്കെ തന്നെയും ഒന്നുകൂടി ചിന്തിക്കുമെന്നും ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടില്ല എന്നതുമാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിമർശിക്കുന്നതിന് മുൻപ് അങ്ങനെ ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഭൂരിഭാഗം പേരും അതിനൊരു നല്ല രീതിയിലാണ് കാണുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആരാധകർ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ നല്ല രീതിയിലാണ് ചോദിച്ചത്. അനുശ്രീ ഒരു ചെറിയ പ്രായമല്ലേ? ആദ്യ വിവാഹം തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നടന്ന വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വിവാഹം വേണം എന്നത് ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. കാരണം ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഭാവിയിൽ ഒരു കൂട്ട് വേണമായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് പറയുന്നത്. എന്നാൽ എന്തിനാണ് കൂട്ട്? ഒരു പെൺകുട്ടിക്ക് സ്വന്തമായി ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ സാധിക്കും. അവൾക്ക് അവളുടെ മകനെ ഭംഗിയായി നോക്കാൻ സാധിക്കുമെങ്കിൽ അവൾക്കൊരു കൂട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ സിന്ദൂരം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വിവാഹം കഴിഞ്ഞ് സിന്ദൂരം ഇടുന്നവരുണ്ട്, വിവാഹം കഴിക്കാതെ സിന്ദൂരം ഇടുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞിട്ടും സിന്ദൂരം ഇടാതെ നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല എന്നും ആ സിന്ദൂരത്തിൽ കയറി ആരും തന്നെ പോകണ്ട എന്നുമാണ് പലരും പറഞ്ഞെത്തുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു